ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചയിൽ വൻ കുതിപ്പ്. റിസർവ് ബാങ്കിന്റെ പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ജൂലൈ സെപ്റ്റംബർ ത്രൈമാസ പാദത്തിൽ രാജ്യം 8.2% വളർച്ച നേടി. കഴിഞ്ഞ 6 ത്രൈമാസ പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ് ഇത്. GST നിരക്ക് കുറച്ചതിനെ തുടർന്ന് കമ്പനികൾ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതും ഉപഭോഗം വർദ്ധിച്ചതുമാണ് വളർച്ച കൂടാൻ കാരണം. ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ 7.8% വളർച്ച. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 5.6% വളർച്ച. ഉൽപാദന മേഖല രണ്ടാം പാദത്തിൽ 9.1% വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ പാദത്തിൽ ഇത് 2.2%. അമേരിക്കയുടെ അധിക ചുങ്കവും സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചില്ല. അധിക വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഇന്ത്യ നിലനിർത്തി. അമേരിക്കയും ചൈനയും ഇന്ത്യക്ക് പിന്നിൽ ആവുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിട്ട്, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിലുള്ള ഗുണപരമായിട്ടുള്ള ഒന്നായിട്ട് ധനകാര്യ മേഖലയിലുള്ളവർ ഈ വാർത്തയെ വിലയിരുത്തുന്നുണ്ട്. ആഭ്യന്തര വളർച്ചയിൽ വൻ കുതിപ്പ് എന്ന നിലയ്ക്ക് തന്നെ ഈ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ജൂലൈ സെപ്റ്റംബർ ത്രൈമാസ പാദത്തിൽ രാജ്യം 8.2% വളർച്ച നേടി എന്നുള്ളത് നേരത്തെ ഉള്ള പ്രവചനങ്ങളെ കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള ഒന്നാണ്. കഴിഞ്ഞ 6 ത്രൈമാസ പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ് ഇത് എന്നതും സവിശേഷത അർഹിക്കുന്നു. GST നിരക്ക് കുറച്ചിരുന്ന കാര്യം ഓർമ്മിക്കുക. അതേ തുടർന്ന് കമ്പനികൾ വലിയ രീതിയിലുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, ഉപഭോഗവും വർദ്ധിച്ചു. ഈ 2 കാര്യങ്ങൾ വളർച്ച കൂടാൻ പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറി. ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ 7.8% വളർച്ച എന്നത് ഓർക്കണം. ഒപ്പം കഴിഞ്ഞ വർഷത്തെ ചില കണക്കുകൾ കൂടി ഈ വാർത്തയോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 5.6%. ഇപ്പോൾ അത് 7.8 എന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഉൽപാദന മേഖല രണ്ടാം പാദത്തിൽ 9.1% വളർച്ച നേടുകയും ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ പാദത്തിൽ ഇത് 2.2% എന്നുള്ളതും പ്രത്യേകം നിരീക്ഷിക്കേണ്ടതാണ്.